ശുദ്ധാക്ഷരങ്ങളിലേക്ക് വീണ്ടും സ്വാഗതം. ആദിയിൽ വചനമുണ്ടായിരുന്നു. വചനം പിന്നെ മനുഷ്യഹൃദയങ്ങളിൽ തിരുപ്പിറവി കൊണ്ടു. ഇന്നും വചനം പിറവിയിലേക്ക് മനുഷ്യരെ നയിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ കൈവശം ഇത്തവണയുള്ള പുസ്തകം ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം എന്ന ശീർഷകമുള്ള ഞായറാഴ്ച പ്രസംഗങ്ങളുടെ ഒരു സമാഹരണം. എഴുതിയിരിക്കുന്നത് ഷാരോൺ ചാക്കോ പുത്തൻപുരയ്ക്കൽ എന്നിവർ ചേർന്ന്. വിവിധ വിഷയങ്ങൾ ക്രോഡീകരിച്ച് ഹൃദയത്തെ തൊടുന്ന ഭാഷയിൽ, ഹൃദയത്തോട് സംവദിക്കുന്ന മട്ടിൽ ഗ്രന്ഥകാരന്മാർ നമ്മോട് സംവദിക്കുന്നു. ആദ്യത്തെ പ്രസംഗം അന്ത്യവിധിയെക്കുറിച്ചാണ്. പാർസി മതക്കാരുടെ ഇടയിൽ മരണാനന്തര ദർശനം വളരെ രസകരമാണ്. ഒരാൾ മരിക്കുമ്പോൾ ആത്മാവ് മൃതശരീരത്തെ 3 ദിവസങ്ങളോളം പിന്തുടരും. ആദ്യ ദിവസം തൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ ചിന്തകളെക്കുറിച്ച് അവൻ ഓർക്കും. 2-ാം ദിവസം ഇതുവരെ പറഞ്ഞു പോയ വാക്കുകൾ ഓർക്കും. 3-ാം ദിവസം പ്രവൃത്തികളെക്കുറിച്ച് ഓർക്കും. വാക്കുകളെക്കുറിച്ച്, ചിന്തകളെക്കുറിച്ച്, പ്രവൃത്തികളെക്കുറിച്ച് ഓർത്ത് ചിലപ്പോൾ അവൻ കരയും, ചിലപ്പോൾ അവൻ ചിരിക്കും. 3 ദിവസങ്ങൾക്ക് ശേഷം ഇനി വിധിയുടെ ദിനമാണ്. ഹൗസ് ഓഫ് സോങ്സ്, പാട്ടിൻ്റെ വീട് എന്ന് വിളിക്കപ്പെടുന്ന ഒരു ഭവനത്തിലേക്ക് അവൻ ആനയിക്കപ്പെടുന്നു. അവിടെ ഒരു ത്രാസിൽ നന്മകളും തിന്മകളും തൂക്കം ചെയ്യുകയാണ്. നന്മയുടെ തട്ടാണ് ഭാരം തൂങ്ങുന്നതെങ്കിൽ സ്വർഗത്തിലേക്ക്, തിന്മയുടെ തട്ടാണ് ഭാരം തൂങ്ങുന്നതെങ്കിൽ അവൻ നരകത്തിലേക്ക്. ഈ പാർസികളുടെ ചിന്തയോടൊപ്പം ഗ്രന്ഥകാരന്മാർ ഈജിപ്തുകാരുടെ മരണാനന്തര ചടങ്ങുകളെക്കുറിച്ചുള്ള ഓർമ്മകളും കൂട്ടിച്ചേർക്കുന്നുണ്ട്. പ്രാചീന ഈജിപ്തുകാർ ഒരാൾ മരിച്ചു കഴിയുമ്പോൾ അയാളുടെ മൃതശരീരത്തോടൊപ്പം ഒരു പുസ്തകവും കല്ലറയിൽ വെക്കുമായിരുന്നു. ആത്മാവ് അന്ത്യവിധി നേരിടാൻ നേരത്ത് ആത്മാവിന് ഉപയോഗിക്കാൻ വേണ്ടിയുള്ളതാണ് ഈ പുസ്തകം. ഈ പുസ്തകത്തിലും എഴുതിയിരിക്കുന്നത് ഇയാൾ നല്ലത് ചിന്തിച്ചു, നല്ലത് പറഞ്ഞു, നല്ലത് ചെയ്തു എന്നാണ്. ഈ 2 ദൃഷ്ടാന്തങ്ങളും എടുത്തുപയോഗിച്ചുകൊണ്ട് ഗ്രന്ഥകാരന്മാർ മനുഷ്യപുത്രൻ്റെ 2-ാം ആഗമനത്തെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങുന്നു. ക്രിസ്തു 2ാമത് വരുമ്പോഴും ഇത് തന്നെ ആയിരിക്കില്ലേ ചോദിക്കുക? നല്ലത് ചിന്തിച്ചോ? നല്ലത് പറഞ്ഞോ? നല്ലത് ചെയ്തോ? നല്ലത് പറഞ്ഞു, ചിന്തിച്ചു, നല്ലത് ചെയ്തു എന്ന് ഒരുവന് ആത്മാർത്ഥതയോടെ പറയുവാൻ സാധിക്കുകയാണെങ്കിൽ നീ ഇന്ന് എന്നോട് കൂടെ പറുദീസയിലായിരിക്കും എന്ന് കർത്താവ് പറയില്ലേ? അപ്പോൾ വീണ്ടും ആ ചോദ്യം കേൾക്കുന്നവർക്ക്, ഇപ്പോഴായിരിക്കുന്ന ജീവിതത്തിൽ നിങ്ങളുടെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളുമൊക്കെ സ്വർഗത്തെ തൊടുന്നവയാക്കി മാറ്റാൻ ശ്രമിക്കുന്നുണ്ടോ? ഉത്തരം എന്തായിരിക്കാം? ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി ഓരോരുത്തരും കണ്ടെത്തേണ്ടതാണ്. സ്നാപക യോഹന്നാനെ കുറിച്ചുള്ള ഒരു പ്രസംഗത്തിൽ സ്നാപക യോഹന്നാൻ മാലാഖമാർ വളർത്തിയ കുഞ്ഞാണ് എന്നാണ് ഗ്രന്ഥകാരന്മാർ എഴുതുക. അതിൻ്റെ പിന്നിലൊരു കഥയുണ്ടത്രേ, യഹൂദരുടെ ഇടയിലുള്ള ഒരു പഴമ. ആ കഥയനുസരിച്ച് ഹെറോദസ് കുഞ്ഞുങ്ങളെ കൊല്ലുവാൻ ഉത്തരവിട്ട ദിവസം സ്നാപക യോഹന്നാൻ്റെ മാതാപിതാക്കളും കുഞ്ഞിനെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി ഓടുന്നുണ്ട്. അവർ ഓടിച്ചെല്ലുക മരുഭൂമിയിലേക്കാണ്. മരുഭൂമിയിലേക്ക് അവർ ഓടുന്നതിനിടയിൽ സഖറിയ അത്ര ഓട്ടക്കാരനല്ല, വൃദ്ധനാണല്ലോ. അദ്ദേഹം പിന്നിലായിപ്പോയി. ഭാര്യയും കുഞ്ഞും ഒരു ഗുഹയിൽ അഭയം തേടുകയും ആ ഗുഹാമുഖം അടയുകയും ചെയ്തപ്പോൾ സഖറിയ പുറത്ത്
എങ്ങോട്ട് പോകണമെന്നറിയാതെ നിന്നതേയുള്ളത്രേ. പടയാളികൾ അദ്ദേഹത്തെ വധിച്ചു. പിന്നീട് അധികം താമസിയാതെ അമ്മയും മരിച്ച കുഞ്ഞിനെ പിന്നെ മാലാഖമാർ പോറ്റി വളർത്തിയത്രേ. ഈ മാലാഖമാർ പോറ്റി വളർത്തിയ കുഞ്ഞ് മരുഭൂമിയിലെ ദൈവത്തിൻ്റെ സ്വരമായി തീരും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ലല്ലോ. അവൻ ദൈവത്തിൻ്റെ സ്വരമായി പാതി ഒരുക്കുന്നവനായിട്ട് മാറി. ഇനി ഗ്രന്ഥകാരന്മാർ ചോദിക്കുന്നൊരു ഒന്ന് രണ്ട് ചോദ്യങ്ങളുണ്ട്. ഒന്ന്, ദൈവത്തിൻ്റെ മാലാഖമാർ വളർത്തുന്ന കുഞ്ഞുങ്ങളായിരിക്കില്ലേ ദൈവത്തിലേക്കുള്ള പാതകളായി തീരുന്നത്? ഇന്നത്തെ കുടുംബങ്ങളിൽ ദൈവത്തിൻ്റെ മാലാഖമാർ താഴേക്കിറങ്ങി വന്ന് കുഞ്ഞുങ്ങളെ വളർത്തി പോറ്റി വലുതാക്കുന്നൊരവസ്ഥ ഉണ്ടാകുന്നുണ്ടോ? ചോദ്യമാണ്. ഉത്തരം കണ്ടെത്തേണ്ടത് മാതാപിതാക്കൾ തന്നെയാണ്. എൻ്റെ കുഞ്ഞ്, എൻ്റെ കുട്ടി, എൻ്റെ പെട്ടി, എൻ്റെ പട്ടി എന്ന മട്ടിൽ പറയുമ്പോൾ, എൻ്റെ 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 എന്ന് ചിലമ്പിച്ച സ്വരം മുഴങ്ങുമ്പോൾ അവിടെ ദൈവത്തിന് ഇടപെടാൻ സാധിക്കാറുണ്ടോ? രണ്ട്, സ്നാപക യോഹന്നാൻ ദൈവം കാണിച്ചു കൊടുക്കുന്ന പാതയിലേക്ക് ആളുകളെ ആനയിക്കുന്ന ആൾ മാത്രമായിരുന്നു. യഥാർത്ഥ പാതയിലേക്ക് വഴി നടത്തുന്ന ഒരാൾ. അങ്ങനെ സ്നാപക യോഹന്നാൻ മാറിയെങ്കിൽ എല്ലാ ക്രിസ്ത്യാനികളും ദൈവത്തിലേക്കുള്ള ഒരു ചൂണ്ടുപലക പോലെയായി മാറേണ്ടതല്ലേ? പാതയിലേക്ക് വഴി നടത്തുന്ന ഒരു ചൂണ്ടുപലക. അങ്ങനെയായി മാറാൻ സാധിക്കുന്നുണ്ടോ എന്നാണ് അടുത്ത ചോദ്യം. ഇനി അടുത്ത താളിൽ എങ്ങനെയാണ് ദൈവം തൻ്റെ പരിപാലന വൈഭവം കാട്ടുക? ദൈവം സ്നേഹിച്ച് സ്നേഹിച്ച് കരുണയോടുകൂടി താഴേക്ക് ഇറങ്ങി വരുന്നു. അതിനെ നമ്മൾ തിരിപ്പിറവി എന്ന് വിളിക്കുന്നു. അപ്പോൾ ഈ ദൈവം വേണ്ട സമയത്ത് വേണ്ട പോലെ ഇടപെടുന്ന ആളാണോ? പഴയ കഥ ഇങ്ങനെയാണ്. ഗുരുവും ശിഷ്യനും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗുരു വാതോരാതെ ദൈവത്തിൻ്റെ അനന്ത പരിപാലനയെക്കുറിച്ച് സംസാരിക്കുകയാണ്. അനന്ത പരിപാലനയെക്കുറിച്ച് വാതോരാതെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഗുരുവും ശിഷ്യനും പിന്നെ ഒരു പാലത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഗുരു താഴേക്ക് വീഴുന്നു. ശിഷ്യൻ ചോദിച്ചു, അങ്ങ് പരിപാലനയെക്കുറിച്ച് ഇത്രയും നേരം പറഞ്ഞതല്ലേ, ദൈവം എന്ത് താഴേക്ക് ഇറങ്ങി വന്ന് അങ്ങേ രക്ഷിക്കാത്തത്? ആദ്യം അങ്ങനെ പറഞ്ഞെങ്കിലും മുങ്ങിത്താഴുന്ന ഗുരുവിനെ രക്ഷിക്കാൻ അവസാനം ശിഷ്യൻ തന്നെ ചാടിയിറങ്ങി രക്ഷിക്കുകയും ചെയ്തു. വീണ്ടും ശിഷ്യൻ ചോദിച്ചു, ഇത് കണ്ടില്ലേ, ഇത്രയും നേരം ദൈവപരിപാലനയെക്കുറിച്ച് അങ്ങ് പറഞ്ഞു, എന്നിട്ടാ ആരാണ് താങ്കളെ രക്ഷിക്കാനെത്തിയത്? ദൈവം താഴേക്ക് വന്നില്ലല്ലോ. ഞാൻ അവസാനം ചാടിയിറങ്ങി, ദൈവം വരാത്തതുകൊണ്ട്. ഗുരു പറയുന്നു, നീ ഒന്ന് ആലോചിച്ച് നോക്കൂ, നീണ്ട നിൻ്റെ ഈ കൈകളും കരുത്താർന്ന കാലുകളും സൂക്ഷ്മതയാർന്ന കണ്ണുകളും ദൈവം നിനക്ക് നൽകിയില്ലായിരുന്നെങ്കിൽ ഞാൻ വീണത് നീ കാണുമായിരുന്നോ? നദിയിലിറങ്ങി നിനക്കെന്നെ രക്ഷിക്കാൻ സാധിക്കുമായിരുന്നോ? അതുകൊണ്ട് എൻ്റെ മകനെ, ദൈവം തൻ്റെ പരിപാലന വൈഭവം എനിക്കിന്ന് അനുഭവവേദ്യമാക്കി തന്നത് നിന്നിലൂടെയാണ്. ദൈവം തൻ്റെ ദൂതന്മാരെ അയക്കുന്നുണ്ട്, വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ വേണ്ടതുപോലെ. അതിനെയാണ് പരിപാലന എന്ന് നമ്മൾ വിളിക്കുക. ക്രിസ്മസിനെ കുറിച്ചുള്ള ഒരു പ്രസംഗം. ക്രിസ്മസ് ദൈവത്തിൻ്റെ തീരാത്ത കരുണയുടെ ഒരു ആഘോഷമാണ്. സെലിബ്രേറ്റിംഗ് ദ മേഴ്സിഫുൾനെസ് ഓഫ് ദ ലവിങ് ഫാദർ. ഈ മേഴ്സിഫുൾനെസ് സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ സത്യത്തിൽ കരുണ നമ്മുടെ വീടുകളിലൊക്കെ പിറവി കൊള്ളാറുണ്ടോ എന്നാണ് ധ്യാന വിഷയമാക്കി മാറ്റേണ്ടത്. വളരെ രസകരമായിട്ടുള്ള കഥയുണ്ട് ലിയോ ടോൾസ്റ്റോയുടേത്. ഈ പുസ്തകത്തിൽ അതൊരു ഓർമ്മപ്പെടുത്തലായി എടുത്തു ചേർത്തിട്ടുണ്ട്. കർത്താവിങ്ങനെ പുരാതന ദേവാലയത്തിന് മുന്നിലൂടെ നടന്നു പോവുകയാണ്. റഷ്യയിലെ ഈ പുരാതന ദേവാലയത്തിലെ പാസ്റ്റർ അതിസുന്ദരമായി കരുണയെക്കുറിച്ച്, ക്രിസ്തു രഹസ്യത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. തിരുപ്പിറവിയെക്കുറിച്ച് ഇത്ര സുന്ദരമായി പ്രസംഗിക്കുന്ന മറ്റൊരാളെ കർത്താവ് കണ്ടിട്ടില്ല. ഇത്ര നല്ലൊരു പ്രസംഗം കേട്ടിട്ടുമില്ല. അതുകൊണ്ട് പ്രസംഗത്തിൽ ആകർഷിതനായി കർത്താവ് അവിടെ ഇരുന്നു പോയി. പ്രസംഗം കഴിഞ്ഞപ്പോൾ പാസ്റ്ററോട് നന്ദി പറഞ്ഞു, അഭിനന്ദന വാക്കുകൾ ചൊരിഞ്ഞു. പാസ്റ്റർ ഇദ്ദേഹത്തിന് വിരുന്ന് നൽകാൻ തീരുമാനിച്ചു. വിഭവസമൃദ്ധമായ ഭക്ഷണമൊരുക്കിയ വിരുന്ന് മേശയിലേക്ക് ക്ഷണിച്ചു. പെട്ടെന്നൊരു കരച്ചിൽ. ഒരു ഭിക്ഷക്കാരനെ പോലെ തോന്നിച്ചൊരാൾ കടന്നു വരുന്നു. അയാൾക്ക് വിശപ്പുണ്ട്, ദാഹമുണ്ട്. പാസ്റ്റർ ക്രുദ്ധനായി. അയാളെ ആട്ടി ഓടിച്ചു. ഇനി വന്നുകൂടാ എന്ന് ബഹളം കൂട്ടി പറഞ്ഞു.
എന്നിട്ട് അതിഥിയായ ക്രിസ്തുവിനോട് പറഞ്ഞു, എൻ്റെ അപ്പനാണ്, ചത്തിട്ടില്ല, കൊല്ലാനും പറ്റില്ലല്ലോ. കർത്താവ് ഉടൻ തന്നെ ഭക്ഷണം കഴിക്കാതെ ചാടി എഴുന്നേറ്റ് മഞ്ഞിലേക്കും ഇരുട്ടിലേക്കും നടന്ന് നീങ്ങിയത്രേ. അങ്ങനെ നടന്ന് നീങ്ങുമ്പോഴും ഇദ്ദേഹം നടത്തിയ കരുണാർദ്രതയുടെ തിരുപ്പിറവി പ്രസംഗം കാതുകളിലും ഹൃദയത്തിലും ഇങ്ങനെ മുഴങ്ങുകയായിരുന്നത്രേ. ക്രിസ്തു വെളിച്ചമായിട്ട് വന്നത് ഇരുട്ടത്തിരിക്കുന്നവരെ വെട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയാണ്. ഇങ്ങനെ വെട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നൊരു പ്രോസസ്സ് സംഭവിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യമാണുള്ളത്. ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്തി കഴിയുമ്പോൾ തിരുപ്പിറവി ആഘോഷം സംഭവിക്കുമത്രേ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതും മതത്തിലും ഇരുട്ടും വെട്ടവും തമ്മിലുള്ള നിരന്തരമായ സമരം ചിത്രീകരിക്കപ്പെടുന്നുണ്ട്. ലോകത്തിൽ രണ്ട് ശക്തികൾ നിരന്തര പോരാട്ടത്തിലാണ്. ഒന്ന് വെളിച്ചത്തിൻ്റെത്, മറ്റൊന്ന് ഇരുട്ടിൻ്റെത്. പ്രാചീന പേർഷ്യക്കാർ വെളിച്ചത്തിൻ്റെ ശക്തിയെ അഹൂരു മസ്ദ എന്നും അന്ധകാരത്തിൻ്റെ ശക്തിയെ ആഹ്രിമാൻ എന്നും വിളിച്ചു. ഭാരതീയർ ദേവന്മാരെന്നും അസുരന്മാരെന്നും വിളിച്ചു. ഹെബ്രായർ ഗോഗ് എന്നും മാങ്കോഗ് എന്നും വിളിച്ചു. അപ്പോൾ ക്രിസ്തു വെട്ടമായി വരണമെന്നുണ്ടെങ്കിൽ ഈ വെട്ടത്തെ തൊട്ടെടുക്കുവാൻ വരുന്നവന് വേണ്ടി വെട്ടം ഒരുക്കി കാത്തിരിക്കുന്നവരായിട്ട് മാറണം. അപ്പോഴാണ് തിരുപ്പിറവി സംഭവിക്കുക എന്ന് ഗ്രന്ഥകാരന്മാർ ഓർമ്മപ്പെടുത്തുന്നു. സമറിയക്കാരി സ്ത്രീയുമായി കർത്താവ് നടത്തുന്ന സംഭാഷണത്തെക്കുറിച്ചുള്ള ഒരു പങ്കുവെപ്പ്, അല്പം ബൈബിൾ പശ്ചാത്തലം കൂടി ഈ പുസ്തകങ്ങളിൽ നിറച്ചു വെക്കുന്നുണ്ട്. അതായത് യേശുവിന് 720 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമാണ്. 3 ഭാഗങ്ങളായിട്ടാണ് ഈ നാടിനെ വിഭജിച്ചിരിക്കുന്നത്. ഗലീലിയ, യൂദയ, പിന്നെ സമറിയ. സമറിയ ഒത്ത നടുക്കിടക്കുന്ന സ്ഥലമാണ്. ഈ 3 സ്ഥലങ്ങളിലുള്ളത് എബ്രഹാമിൻ്റെ മക്കളായ യഹൂദർ തന്നെയാണ്. സമറിയക്കാരെ മിദിയാനിലേക്ക് ബന്ദികളായി കൊണ്ടുപോകുമ്പോൾ ഒരു അപകടം സംഭവിച്ചവർക്ക് അന്യദേശക്കാരുമായി വിവാഹബന്ധത്തിലേർപ്പെട്ട് ശുദ്ധി പോയി. അതോടുകൂടി തന്നെ കലർപ്പ് കലർന്ന ഇവരുമായി കല്യാണം നടത്തുന്നത് മഹാപാപമായി ഗലീലിയക്കാരും യൂദയക്കാരും കരുതി തുടങ്ങി. ഇവരുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബന്ധമുണ്ടാക്കി കഴിഞ്ഞാൽ പടിയടച്ച് പിണ്ടം വെക്കുന്ന ഒരവസ്ഥ, തൊട്ടുകൂടാ തീണ്ടിക്കൂടാ എന്ന മട്ടിൽ. ഇതാണ് പശ്ചാത്തലം. അത് ഇതേ സമയം തന്നെ ഗലീലിയയിലെയും യൂദയായിലെയും ആളുകളെ നെബൂഖദ്നേസർ അടിമകളാക്കി ബാബിലോണിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. 40 വർഷക്കാലമാണ്. ഈ 40 വർഷക്കാലം വിദേശ നാട്ടിൽ കഴിഞ്ഞിട്ടും ഇവരാരും കലർപ്പുള്ളവരായി മാറിയില്ല. ഏകദൈവത്തെ ആരാധിച്ച് കലർപ്പില്ലാത്തവരായി നിലകൊണ്ട്. അതുകൊണ്ട് കലർപ്പുള്ള സമറിയക്കാരോട് ദേഷ്യമുണ്ട്. അതുകൊണ്ടാണ് സമറിയക്കാരി സ്ത്രീയോട് സംസാരിക്കുന്നത് വലിയൊരു വിവാദമായിട്ട് മാറിയത് അന്ന്. ഇനി ഗലീലിയായിൽ നിന്നും ജെറുസലേമിലേക്ക് പോകാനായിട്ട് സമറിയ വഴി പോവുകയാണെങ്കിൽ 3 ദിവസത്തെ യാത്രയുള്ളൂ. പക്ഷെ ആ വഴിയിലൂടെ ഒന്നും സാധാരണ യഹൂദ സഞ്ചരിക്കില്ല. 6 ദിവസം യാത്ര നടത്തി ചുറ്റിത്തിരിഞ്ഞ് അവൻ ജെറുസലേമിലെത്തും. അപ്പോൾ ഇതൊക്കെയാണ് പശ്ചാത്തലം. ഈ പശ്ചാത്തലത്തിൽ യേശു സമറിയക്കാരുടെ നാട്ടിലൂടെ സഞ്ചരിക്കുന്നു. സമറിയക്കാരി സ്ത്രീയുമായി സംവാദത്തിലേർപ്പെടുന്നു. സമറിയക്കാരനെ ഉത്തമ മാതൃകയായി ചൂണ്ടിക്കാട്ടുന്നു. കർത്താവിന് തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഒന്നുമില്ല. കർത്താവിന് സ്നേഹത്തിൻ്റെ വഴികളെ അറിയൂ. ആ സ്നേഹത്തിൻ്റെ വഴികളിൽ നിന്നും വിലക്കുന്ന വലിയ നിയമങ്ങളെക്കുറിച്ചൊന്നും കർത്താവ് ബോധവാനല്ല. നമുക്ക് സ്നേഹത്തിൻ്റെ വഴികൾ അറിയാൻ പാടില്ലാത്തത് കൊണ്ട് നിയമങ്ങളുടെ കുരുക്ക് വഴികളെക്കുറിച്ചും കുരുട്ടു വഴികളെക്കുറിച്ചും മാത്രം നമ്മൾ ചിന്തിക്കുന്നു. അപ്പോൾ കർത്താവിൻ്റെ വഴികളിലേക്ക് സഞ്ചരിക്കണം എന്നുള്ള ഒരു ആഹ്വാനം വീണ്ടും നമുക്ക് ലഭിക്കുകയാണ്. ഹൊസാന എന്ന വാക്കിൻ്റെ അർത്ഥം തിരഞ്ഞുകൊണ്ടുള്ള മറ്റൊരു വ്യാഖ്യാനം. ഹൊസാന എന്ന് പറഞ്ഞാൽ നാഥ ഞങ്ങളെ രക്ഷിക്കണമേ എന്നർത്ഥം. ഈ പദത്തിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ചരിത്രവും അറിയണം. ക്രിസ്തുവിന് 175 വർഷങ്ങൾക്ക് മുമ്പ് അന്ത്യോക്യോസ് എപ്പിഫാനോസ് എന്ന രാജാവ് ജെറുസലേം ആക്രമിച്ച് അദ്ദേഹം കീഴടക്കി.
കീഴടക്കി കഴിഞ്ഞപ്പോൾ സിയൂസിൻ്റെ പ്രതിമ കൊണ്ടുവന്ന് ജെറുസലേം ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചു. പിന്നെ എല്ലാ യഹൂദന്മാരും ഈ സിയൂസിനെ ആരാധിക്കണമെന്നുള്ള വലിയ ഒരു പ്രഖ്യാപനവും നടന്നു. യൂദോസ് മക്കബിയൂസ് എന്ന തീക്ഷ്ണമതിയായ യുവാവിൻ്റെ നേതൃത്വത്തിൽ ഈ ദേവാലയം ശുദ്ധീകരിച്ച ഇദ്ദേഹം ദേവാലയത്തിലേക്ക് വരുമ്പോൾ ഹൊസാന എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. ഇവിടെ വീണ്ടും യേശു ദേവാലയം ശുദ്ധീകരിക്കുവാൻ വേണ്ടി വരുമ്പോൾ പഴയ ഓർമ്മകളോടുകൂടി ഹൊസാന വിളികൾ ഉയരുന്നു. ക്രിസ്തു ശുദ്ധീകരിക്കുന്നത് ജെറുസലേം ദേവാലയം മാത്രമല്ല, മനുഷ്യ ഹൃദയത്തിൻ്റെ ദേവാലയ അവസ്ഥകളെ കൂടിയാണ്. കള്ളയും കവർച്ചയുമുള്ള അവസ്ഥയിൽ നിന്നും കർത്താവ് ശുദ്ധിയായി വരുന്നു. ആ ശുദ്ധിയാകാൻ വരുന്ന കർത്താവിനെ നാഥ കാത്തുകൊള്ളണമേ എന്ന മട്ടിൽ സ്വീകരിക്കുന്നു ആളുകൾ. ഇനി കർത്താവ് കഴുതപ്പുറത്താണ് വരിക. പഴയ നിയമം അനുസരിച്ച് യോദ്ധാക്കളും യുദ്ധം നയിക്കാൻ വരുന്നവരൊക്കെ കുതിരപ്പുറത്താണ് സഞ്ചരിക്കുക. കഴുതപ്പുറത്ത് ഒരാൾ സഞ്ചരിക്കുന്നത് സമാധാനം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. കർത്താവ് അനുരഞ്ജനത്തിന് വേണ്ടി ഇനിയും നിങ്ങൾക്ക് ഹോപ്പുണ്ട് എന്ന് പറയുവാൻ വേണ്ടി ഒരു കഴുതപ്പുറത്ത് സഞ്ചരിച്ച് എത്തുകയാണ്. കാലുകഴുകലിനെ കുറിച്ചുള്ള വ്യാഖ്യാനവും രസകരമായിട്ട് തോന്നി ഈ പുസ്തകത്തിൽ. വല്ലാതെ പൊടിപിടിച്ച ആ നാട്ടിൽ എല്ലാ വീടുകളുടെയും പ്രത്യേകിച്ച് ധനിക കുടുംബങ്ങളുടെയും മുമ്പിൽ പാദക്ഷാളനത്തിന് വേണ്ടി വെള്ളം നിറച്ചു വെച്ചിട്ടുണ്ടാവും. ശുദ്ധീകരണത്തിലുള്ള കൽഭരണികൾ. കാനായിലെ കല്യാണ വിരുന്നിലും ഇതിനെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുണ്ട്. ഈ ശുദ്ധീകരണത്തിലുള്ള കൽഭരണികളിൽ വെള്ളം നിറച്ചിട്ട് ധനികരാണെങ്കിൽ അവരുടെ ഭൃത്യന്മാർ പാദങ്ങളിലേക്ക് ഒഴുക്കി കൊടുക്കും. അല്ലെങ്കിലോ ഗൃഹത്തിലെ ആരെങ്കിലും ഒരാൾ എല്ലാവരുടെയും കാല് കഴുകാൻ വേണ്ടി അവിടെ നിന്ന് കൊടുക്കും. ഇവിടെ ക്രിസ്തു സ്വയം പാദക്ഷാളന കർമ്മം നിർവഹിക്കുകയാണ്. ഇതിനകത്തൊരു വല്ലാത്തൊരു സിംബോളിക് തിങ് ഉണ്ട്. ശിഷ്യന്മാർ ഒന്നിനും സമയം കണ്ടെത്താത്തവരായി ഓടി അകത്ത് കയറിയിരുന്നു. കാരണം അവർക്കറിയാം അന്ത്യ അത്താഴവേളയാണ്. ക്രിസ്തു ഇപ്പോൾ വലിയ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തും. അടുത്ത പ്രമുഖ സ്ഥാനത്തിരിക്കേണ്ടവർ ആര്, നയിക്കേണ്ടവർ ആര്, ഇടതിരിക്കേണ്ടവർ വലതിരിക്കേണ്ടവർ, ഇനി നയിച്ചു കൊണ്ടു പോകേണ്ടവർ, ഇവരെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണയൊക്കെ കൊടുക്കും. അങ്ങനെ കൊടുക്കുമെന്നറിയാവുന്നത് കൊണ്ട് തന്നെ ഏറ്റവും ആദ്യമേ പ്രമുഖ സ്ഥാനങ്ങളിൽ ഇരിപ്പിടം ഉറപ്പിച്ചിരിക്കുകയാണ്. വൈകിപ്പോയി കഴിഞ്ഞാൽ ഇരിപ്പിടം കിട്ടാതെ പോയാലോ എന്ന ചിന്തയാണ്. അപ്പോൾ കർത്താവിനോടൊപ്പം വെള്ളമൊഴിച്ചു കൊടുക്കാൻ പോലും ഒരു ശിഷ്യനും ഉണ്ടായി കാണില്ല എന്നൊരു നിരീക്ഷണമുണ്ട്. അത് സത്യമായിരിക്കും. ഇപ്പോൾ ക്രിസ്തുവിൻ്റെ സഭയിലും ആരാണ് മുമ്പൻ, ആരേക്കാളും മെച്ചമാണ്, ആരുടെ പാരമ്പര്യമാണ് മുഴച്ചു നിൽക്കുന്നത് എന്ന മട്ടിൽ ചിന്തകൾ വരുമ്പോൾ നമ്മൾ കർത്താവിനെയാണ് തോപ്പിച്ച് കളയുന്നത്. ഈ ഒരു ചിന്ത നല്ലൊരു ധ്യാന വിഷയമായിട്ട് നമ്മുടെ മുമ്പിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ദുഃഖ വെള്ളിയാഴ്ചയെക്കുറിച്ചുള്ള ചിന്തകൾ. ഇതിൽ പ്രാചീന ഈജിപ്തുകാരുടെ ഒരു ആചാരത്തെക്കുറിച്ചുള്ള വിവരണമുണ്ട്. ഒസീറിസ് എന്നൊരു ദേവൻ, അദ്ദേഹത്തെ ഈ പ്രാചീന ഈജിപ്തുകാർ ആരാധിച്ചിരുന്നു. വർഷത്തിലൊരിക്കൽ അവർ ഒസീറിസ് ദേവൻ്റെ മൃതദേഹം എന്ന പേരിൽ വലിയൊരു രൂപമുണ്ടാക്കി ഒരു ഒക്കുതടിയിൽ കൊത്തിയുണ്ടാക്കുന്ന ഈ രൂപം വിലാപഗാനങ്ങൾ പാടി നാട് നീളെ എഴുന്നള്ളിക്കും. അന്ന് തന്നെ ഈ ദേവൻ്റെ മൃതദേഹം അവർ കല്ലറയിൽ സംസ്കരിക്കും. പിറ്റേന്ന് ദേവൻ്റെ പുനർജനനം അവർ കൊണ്ടാടും. തിന്ന് മതിച്ചു കുടിച്ച് ഉന്മത്തരായിട്ടാണ് ഇവർ ആഘോഷിക്കുന്നത്. ഈ ഗ്രന്ഥകാരന്മാർ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നമ്മളുടെ ദുഃഖവെള്ളി ആചരണവും പിന്നെ വരുന്ന ഉയർപ്പാചരണവും ഇതുപോലെ ആചരണങ്ങളായി മാറുന്നില്ലേ? പ്രാചീനതയുടെ സംസ്കാരമില്ലായ്മ ചിലപ്പോഴെങ്കിലും നമ്മളുടെ ആചരണങ്ങളിൽ നെടലിച്ചു കാണുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ യഥാർത്ഥത്തിലുള്ള ധ്യാന അരൂപി കൊണ്ടുവന്നിട്ടല്ലേ ദുഃഖവെള്ളിയാഴ്ചയും ഉയർപ്പ് ഞായറാഴ്ചയുമൊക്കെ കൃപയുടെ സെലിബ്രേഷനാക്കി മാറ്റേണ്ടത്? ഇതും നമ്മുടെ ഹൃദയത്തെ ഓർമ്മയിലേക്ക് നയിക്കുന്ന ചിന്തയായിട്ട് മാറുന്നു. എമ്മാവുസിലേക്ക് യാത്രയായ ശിഷ്യന്മാർ, അവർ മ്ലാനമായ മുഖത്തോടുകൂടി അന്ധരായി ഒരുതരം മന്ദതയോടുകൂടി സഞ്ചരിക്കുകയായിരുന്നു. എന്താണ് അവരിങ്ങനെ 12 കിലോമീറ്റർ അകലേക്ക് പോയത്? കർത്താവിൻ്റെ മൃതദേഹം ആരോ എടുത്തു കളഞ്ഞു എന്നുള്ളൊരു ആരോപണമുണ്ട്. ആരോപണം തങ്ങളുടെ മേൽ വരാതിരിക്കുവാൻ വേണ്ടി പേടിച്ചരണ്ടാണ് അവർ കടന്നുപോയത്. സത്യത്തിൽ കർത്താവിൻ്റെ സ്നേഹം നൽകുന്ന ഉത്തരവാദിത്വത്തിൽ നിന്നും ഒളിച്ചോടിപ്പോയി. അതുകൊണ്ടാണ് അന്ധതയും മന്ദതയും
ഹൃദയത്തിൽ അഗ്നിയില്ലാത്ത അവസ്ഥയും വന്നത്. കർത്താവിൽ നിന്ന് ഓടിക്കഴിഞ്ഞെന്നെങ്കിൽ ഇങ്ങനെയാണ്. കർത്താവ് യാത്രക്കിടയിൽ കൂടെ ചേർന്നാലേ ഹൃദയം ജ്വലിക്കുന്ന അനുഭവം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഈശോയിൽ നിന്നും ഓടിപ്പോകാതിരിക്കുക. ഈശോ ഹൃദയത്തിൽ വേണം. ഈശോയെ കണ്ടു വേണം യാത്ര നടത്താൻ. ഈശോയിലാണ് എത്തിച്ചേരേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഈ പുസ്തകം ധ്യാനിക്കാനുള്ളതാണ്. ധ്യാനിച്ച് ക്രിസ്തുവിൽ മിഴിനട്ട് ക്രിസ്തുവിനെ പോലെയാകാൻ കൊതിച്ച് ക്രിസ്തുവിൻ്റെ വഴിയിലൂടെ നടക്കുക. നല്ല യാത്ര ഒരിക്കൽ കൂടി നേരുന്നു. നന്ദി.